ബാംഗ്ലൂരിലെ ഇരുമ്പ് മാർക്കറ്റ് കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിട്ടത്. ഞാൻ കണ്ടില്ല, ഏറ്റവും വലിയ ഇരുമ്പ് മാർക്കറ്റാണ് ബാംഗ്ലൂരിലുള്ളത്. പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടില്ല. മെയിനായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർക്ക് പോണ റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഒരു സർവീസ് റോഡ് പോലെയുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെയാണ് ഈ ഇരുമ്പ് മാർക്കറ്റ് ഉള്ളത്. അവിടെ കിട്ടാത്ത സാധനങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. അതുമാതിരി ഏത് സാധനം വേണോ അതൊക്കെ അവിടെ കിട്ടും. പിന്നെ എല്ലാം നല്ല ചീപ്പ് റേറ്റാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം വെച്ചാൽ 100 രൂപയുടെ സാധനം അവർ 1000 രൂപ പറയും. ഇപ്പം ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ റോട്ടിലാണ് ഇട്ടേക്കണത്. റോഡിൻ്റെ ടാറിൻ്റെ റോഡിൻ്റെ മുകളിൽ ഇട്ടിട്ടാണ് ഈ സെയില്. ഇതിൻ്റെ മുകളിൽ കൂടിയാണ് വണ്ടി പോണതും ആൾക്കാർ നടക്കണതും ഒക്കെ. പിന്നെ അവിടെ കാണുന്നത് എല്ലാ ഐറ്റംസും, ഈ വണ്ടി പൊളിച്ച പാർട്സുകൾ തൊട്ട് സകല സാധനങ്ങളും നമുക്ക് അവിടെ കിട്ടും. എല്ലാത്തിനും നമ്മൾ ബാർഗെയിൻ ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ ടൗസർ കീറും. അമ്മാതിരി അവർ വെച്ച് കീറുക. അത്ര റേറ്റ് അവർ പറയും. നമ്മളത് അറിയുന്നവർ മാത്രം പറഞ്ഞതിൽ കാര്യമുള്ളൂ. നമ്മൾ വിചാരിക്കും മാർക്കറ്റ്, ബാംഗ്ലൂർ മാർക്കറ്റ് വാങ്ങിയാൽ ചീപ്പായിരിക്കും. ചീപ്പാണ്, പക്ഷെ അറിയാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സംഭവിക്കും. മെയിനായിട്ട് ഇരുമ്പിൻ്റെ ഫ്ലാറ്റുകൾ, പ്ലേറ്റുകൾ, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അവർ കട്ടിങ്ങും ഏത് സൈസ് വേണോ നമുക്കത് അവർ കട്ട് ചെയ്ത് തരും. അങ്ങനെയാണ് അവിടുത്തെ സെറ്റപ്പ്. കണ്ടപ്പോഴുണ്ട് എല്ലാ ഷോപ്പുകളും ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലെന്ന് പറയുകയാണെങ്കിൽ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, റോഡിലും മൊത്തം ബ്ലോക്കാക്കിയിട്ട്, ബ്ലോക്കെന്നും പറയാൻ പറ്റില്ല, റോഡില്ല. റോഡ് ഈ ഇരുമ്പിൻ്റെ മുകളിൽ കൂടെ വണ്ടി ഓടിച്ച് പോകണം. 2 വീലറായാലും നടക്കുന്നതായാലും ഒക്കെ ഇതിനൊക്കെ തന്നെയുണ്ട്. കണ്ടവന ആൾക്കാരോട് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഈ മാർക്കറ്റ്, ഇരുമ്പ് മാർക്കറ്റ് എന്ന് പറയും. പിന്നെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. നമ്മുടെ ഈ ജനറേറ്റർ വരെ ഇവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. വലിയ സൈലൻസർ ജനറേറ്റർ വരെ ഇവിടെ വിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഓരോ സാധനങ്ങൾക്കും ഓരോരോ സാധനങ്ങൾക്കും ഓരോരോ ഏരിയ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലാറ്റുകളും അതുപോലെ ഷീറ്റുകൾ ഇവിടെയാണെങ്കിൽ കുറച്ചാണ് മാറിയിട്ടായിരിക്കും മറ്റേ പട്ടാളത്തിൻ്റെ പീസുകൾ വരിക. അതിൻ്റെ അപ്പുറത്തായിരിക്കും പൈപ്പുകൾ, കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു മാർക്കറ്റ് കല്ലായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ പറ്റാറുണ്ടായില്ല. ഇന്നാണ് നമുക്ക് പറ്റിയത്. അപ്പോൾ അത് കാരണം കൊണ്ട് അത് വീഡിയോ എടുത്ത് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ്. ഇപ്പോൾ ഷീറ്റും കൊണ്ട് പോകേണ്ടില്ല. അത് ഹെവി ഷീറ്റാണ് കൊണ്ടുപോകണത്, ചെറുതൊന്നുമല്ല. ആ തിക്നെസ് ഷീറ്റും കൊണ്ടാണ് അവിടെ ഡ്രോപ്പ് ചെയ്യുന്നതൊക്കെ. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഡിലാണ് ഈ കാണുന്നത് മൊത്തം. വേറെ വണ്ടികൾക്കൊന്നും സൈഡ് പാർക്ക് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കിയേ വേണ്ട, ചിന്തിക്കുക വേണ്ട, ഒന്നുമില്ല. നമ്മുടെ ഗിയേഴ്സ് ഉണ്ട്, അതുപോലെ പൈപ്പ്സ് ഉണ്ട്, ഏത് സൈസ് വേണം. മോട്ടേഴ്സ് വരെയാണ്. മോട്ടറൊക്കെ ഇല്ലേ നമ്മുടെ ഈ മില്ലിലും അവിടെയൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന മോട്ടറുകൾ വരെ അവിടെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരിക്കും. എല്ലാം കിട്ടും. അങ്ങനത്തെ ഒരു മാർക്കറ്റ് ബാംഗ്ലൂർ കലാശിപ്പാളയത്താണ് ഈ മാർക്കറ്റ്. അവിടെ നിന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറഞ്ഞു തരും എവിടെയാണ് ഈ സാധനങ്ങൾ. എല്ലാവരും പറഞ്ഞു, ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അത്രയും ഫേമസ് ആയിട്ടുള്ള സംഭവമാണത്. അങ്ങനെ അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കി, എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്ക്. ഇനി അധികം അതിനെപ്പറ്റി പറയാനൊന്നുമില്ല, ഉള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ബാംഗ്ലൂരിലെ മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.